സംസ്ഥാനത്ത് പച്ചക്കറിക്ക് വില ഇങ്ങനെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരവ് കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വേനൽ മഴ മെയ് അവസാനത്തെ ആഴ്ചയിലൊക്കെ പെയ്തത് ഓർമ്മയില്ലേ? ഇതൊക്കെ കാരണമാണ് പച്ചക്കറി വില കൂടിയതെന്നാണ് കേൾക്കുന്നത്. 10 രൂപ മുതൽ 50 രൂപ വരെ പല പച്ചക്കറി ഇനങ്ങൾക്കും കൂടിയിട്ടുണ്ട്. തക്കാളിക്ക് ഇന്ന് 1 കിലോയ്ക്ക് വില 80 രൂപയാണ്. പച്ചമുളകിന് 140 കോളിഫ്ലവറിന് 80, ബീൻസിന് 100, പാവയ്ക്കയ്ക്ക് 80. ഇത് എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് നമുക്കൊന്ന് നോക്കണം. തക്കാളിക്ക് വർദ്ധിച്ചത് 40 രൂപയാണ്. സുനിഷ അയ്യല്ലൂർ തിരുവനന്തപുരത്ത് നിന്ന്, ഒപ്പം അഞ്ജലി ശ്രീജിത രാജ് കൊച്ചിയിൽ നിന്ന്, സിനോസ് തോമസ് കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ആദ്യം നമുക്ക് സുനിഷയിലേക്ക് പോകാം. സുനിഷ, തക്കാളി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ചിരി വന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഓർത്തു പോയതാണ്. സുനിഷയ്ക്കും മനസ്സിലായി കാണുമല്ലോ, തക്കാളി അടക്കമുള്ള ഇനങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്? സുജയ, ഞാനിപ്പോൾ ഉള്ളത് ചാല മാർക്കറ്റിലാണ്. ഈ പറഞ്ഞതുപോലെ തക്കാളിക്ക് തന്നെയാണ് പ്രധാനമായും ഇവർ വില കൂടിയതായി പറയുന്നത്. തക്കാളി, പച്ചമുളകിനൊക്കെ തന്നെയും 100 കടന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ നമ്മൾ ഈ ബീൻസിൻ്റെ വിലയിലൊക്കെ ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നതും ഇവർ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബീൻസിന് 160ഉം 200നോട് അടുത്തിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറ്റം വന്ന ബീൻസിനൊക്കെ ഇപ്പോൾ 80 രൂപയിലേക്ക് ആയിട്ടുണ്ട്. ചെറിയ വിലയല്ല എങ്കിൽ പോലും 80ലേക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇവർ പറയുന്നത്. ഒപ്പം ഈ തക്കാളിക്കാണ് പ്രധാനമായും, തക്കാളിക്ക് ഇവിടെ ഇന്ന് ചാല മാർക്കറ്റിൽ ഇവിടെ 60 രൂപയാണെന്നാണ് പറയുന്നത്. പക്ഷേ പച്ചമുളകിന് അത് 140ഓളം ആയിട്ടുണ്ട്. അങ്ങനെ പല പച്ചക്കറികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നേരത്തെ ഈ ഉരുളക്കിഴങ്ങിനും കോളിഫ്ലവറിനും ഒക്കെ വില കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ചാല മാർക്കറ്റാണ്, നല്ല തിരക്കാണ്. നേരത്തെ ഞാൻ ഇവരോട് വില ചോദിക്കുമ്പോൾ പോലും ആളുകൾ എത്തുന്നത് കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. ചേട്ടാ, എങ്ങനെയാണ് ഈ വിലയൊക്കെ? എങ്ങനെയാണ് വിലയൊക്കെ? എങ്ങനെയാണ് തക്കാളിക്കൊക്കെ? 60 രൂപ കിലോ. ഏതിനാ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്? ഏറ്റവും കൂടുതലായിട്ട് തൊണ്ടമുളകാണ്. പൈനാപ്പിൾ ആണ്. 3 100 രൂപ. ഒന്നെടുക്കട്ടെ 30 രൂപ. ഒരു പൈനാപ്പിൾ എടുക്കണം. ഒന്നെടുത്ത 30 രൂപ ഉണ്ട്. 300 320 രൂപ ആ വിലയുണ്ട്. തൊണ്ടമുളക് 300 320 രൂപ വിലയുണ്ട്. 30 രൂപ മതി. ബീൻസ് വില കുറഞ്ഞ് തക്കാളി 70 രൂപയായി. വെണ്ടയ്ക്ക് അരക്കിലോ പറയുന്നത് പോലെ ബീൻസിന് വില കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം തക്കാളിക്ക് വില കൂടിയിട്ടുണ്ട്, മുളകിന് വില കൂടിയിട്ടുണ്ട് എന്നതാണ് ഇവർ പറയുന്നത്. ഇപ്പോഴും മഴ ആയതുകൊണ്ട് ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. അതായത് കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. അത് വലിയ രീതിയിലുള്ള കച്ചവടത്തെ ബാധിക്കുന്നുണ്ട് എന്നതാണ്. പറഞ്ഞതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വരവ് വലിയ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതും പ്രതികൂലമായി ബാധിക്കുന്നു. നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെ മഴ, ഈ അവസാനം പെയ്ത മഴ, ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന വെയിൽ, ഇതൊക്കെ തന്നെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി എത്തുന്നതിനെ ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ കൃഷിയെയും ബാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇവിടെ ചേച്ചിമാരൊക്കെ എത്തുന്നുണ്ട്. ചേച്ചി, പച്ചക്കറി വിലയൊക്കെ എങ്ങനെയുണ്ട്? വിലയൊക്കെ കൂടുതലാണ്. ഏതാണ്? തക്കാളിയൊക്കെ പൊള്ളിക്കുകയാണ്. ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് വാങ്ങിയപ്പോൾ എങ്ങനെയാണ് ചേച്ചി? വില കൂടുതലാണ്. ഏതിനാണ് കൂടുതൽ? പയർ എല്ലാം വില കൂടുതലാണ്. ബുദ്ധിമുട്ടാണല്ലേ? ബുദ്ധിമുട്ടാണ്. ബഡ്ജറ്റൊക്കെ ബുദ്ധിമുട്ടാണ്. നേരത്തേക്ക് ഇന്നലെയൊക്കെ ഈ ബീൻസിനൊക്കെ 200 ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് കുറച്ച് വില കുറവുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇന്ന് ചെറിയ രീതിയിലെങ്കിലും കുറവുണ്ട് എന്നതാണ്. ഈ ചെറിയ രീതിയിലേക്കുള്ള കുറവിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തക്കാളി, അത്തരത്തിൽ പച്ചമുളക് എന്നീ ഇത്തരത്തിലുള്ള ഇനങ്ങൾക്കൊക്കെ തന്നെയും വില കൂടിയിട്ടുണ്ട് എന്നതാണ്. തിരുവനന്തപുരത്ത് പച്ചക്കറിയുടെ വിലയാണ് നമ്മളിപ്പോൾ കേട്ടത്. സുനിഷ, തുടരുക. നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോകാം. അവിടെയും ഇതേ, അതായത് തെക്കൻ കേരളത്തിലെ പോലെ തന്നെ വടക്കൻ കേരളത്തിലും വില കൂടിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. സിനോസ് തോമസ് എവിടെയാണ് നിൽക്കുന്നത്? സുനിഷ ഇപ്പോൾ തക്കാളിയുടെ വില കൂടിയതിനെ കുറിച്ചാണ് പറയുന്നത്. ഒപ്പം പച്ചമുളകിനും വില കൂടിയിട്ടുണ്ട്. കോഴിക്കോട് അങ്ങാടിയിൽ എങ്ങനെയാണ് ഇന്നത്തെ വില നിലവാരം? സുജയപാർവതി, ഈ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ തെക്ക് വടക്കൊന്നുമില്ല, എല്ലായിടത്തും ഒരേപോലെയാണ്. ഞാൻ നിൽക്കുന്നത് പയ്യാനക്കിലുള്ള ഒരു കടയിലാണ്. സാധാരണ നമ്മൾ പാളയം മാർക്കറ്റിലാണ് പോകാറുള്ളത്. ഈ 1.5 മാസത്തിനിടയിൽ പലതവണ ഞാൻ തന്നെ പച്ചക്കറി വിലയെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. അന്നൊക്കെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഈ പാവയ്ക്കാണ്. ഒരു തവണ പാളയം മാർക്കറ്റിൽ പോയപ്പോൾ ഈ പാവയ്ക്കനെ കാണാനുണ്ടായിരുന്നില്ല. ചേട്ടാ, ഇതിനെത്ര പാവയ്ക്ക്? 60 രൂപ കിലോ. കിലോ 60 രൂപ. കിലോ 60. കൂടിയായിരുന്നു. 100 120 രൂപേൻ്റെ മുകളിൽ പാവയ്ക്ക് വില ഉണ്ടായിരുന്നു. പക്ഷേ സാധനം കിട്ടാനുമില്ലായിരുന്നു. ഭയങ്കര കിട്ടാനുണ്ടോ? ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. സാധനം ഉൽപ്പാദനം കുറവാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിലകയറ്റം തന്നെയാണ് ഇപ്പോഴത്തെ. സുജയ, കഴിച്ചാൽ കയ്പാണ്, പക്ഷേ
വില 120 ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ 60 എത്തിയിട്ടുണ്ട്. ഇതിലെ താഴോട്ട് പോകേണ്ടതാണ് വില. നേരത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ബീൻസൊക്കെ കുറച്ച് ആകെ 1 കിലോ മാത്രമേ കടയിൽ കാണാനുള്ളൂ. തക്കാളിയാണ് സൂപ്പർ സ്റ്റാർ. ഈ കടയിലെ ഏറ്റവും വിലയുള്ള ഐറ്റം അത് ഇപ്പോൾ ബീൻസ് ആണ് 140 രൂപ വിലയുണ്ട്. ഇപ്പോൾ പച്ചമുളക് 140 രൂപ വിലയുണ്ട്. പച്ചമുളക് 140 രൂപ വിലയുണ്ട്. അതായത് സുജയ ഈ പച്ചമുളക് ഇത് കഴിച്ചാലെരിയും വാങ്ങിയാലും വരും. 140 രൂപ കൊടുക്കണം. 1 കിലോ വാങ്ങാറില്ല, എല്ലാവരും 100 ഗ്രാം. അത് തന്നെയല്ല, ആൾക്കാർ സാമ്പത്തികമായിട്ട് പറയാൻ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് മിക്ക ആൾക്കാരും. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് പച്ചക്കറിയുടെ വില എന്ന് പറഞ്ഞാൽ. തക്കാളിക്ക് ഇപ്പോൾ 55 രൂപയായി, ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ വിലയൊന്നും ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടാവേണ്ട ബീട്രൂട്ട്, ക്യാരറ്റ്, അതായത് ഉപ്പേരി ഇനങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട് വില? ഇവിടെ അപ്പോൾ 55 വില. ഇതിന് വില കൂടാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. സുജ വൈകിട്ട് വീട്ടിൽ പോകുമ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വാങ്ങുന്നുണ്ടോ? ഞാൻ വില ചോദിക്കാം. ഇതാ ഇവിടെ ബീട്രൂട്ട് ഇരിപ്പുണ്ട്. ഇതിന് എത്രയാണ് വില? 70 രൂപ കിലോന്. കിലോ 70 കൊടുക്കണം കേട്ടോ. ഇതിന് എത്രയായിരുന്നു നേരത്തെ? ആകെ 30-40 രൂപയുള്ള വില. 30-40 സാധനം 70. അവിടെ ക്യാരറ്റ് ഇരിപ്പുണ്ട്. ക്യാരറ്റോട് ചോദിക്കുക 80-70 രൂപയായിട്ട് വിളിക്കും. ബീട്രൂട്ട് ക്യാരറ്റിന് എത്ര പറഞ്ഞു? 70 രൂപ. ക്യാരറ്റിനും കൊടുക്കണം 70. കൈ പൊള്ളും. തൽക്കാലം അതൊന്നും കഴിക്കണ്ട. വില കുറഞ്ഞ ഐറ്റം ഏതെങ്കിലും ഉണ്ടോ? വില കുറഞ്ഞ കക്കിരി മാത്രമുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് വില കുറവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സാമ്പാർ വെക്കാൻ പറ്റൂലല്ലോ. ഇല്ല, കഴിയില്ല. ഇപ്പോൾ വില കുറവ് കക്കിരി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും നല്ല വിലയാണ്. പഴത്തിനടക്കം വില കൂടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ അവസ്ഥയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ സാധനമാണ്. ഇതിന് എത്ര വില? വില കുറവാണോ? അല്ല, 60 രൂപ തന്നെ കൊത്തമരയ്ക്ക് ഉണ്ട്. ഇപ്പോഴത്തെ 60 രൂപ വിലയുണ്ട്. 60. അത് ഏറ്റവും കുറഞ്ഞ വിലയാണ് 60 രൂപ. തക്കാളിക്ക് വില കുറയോ അതോ കൂടുമോ? എന്താ പറയുന്നത്? വില കൂടാണ്. മഴയായിട്ട് എല്ലാ സാധനങ്ങൾക്കും വില കൂടി. തക്കാളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാ കറിയും വഴുതന വെണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. വഴുതിനേക്ക് ആകെ വില 30 രൂപ. അതിന് താഴെ ഉണ്ടാകുന്ന സാധനമാണ് ഇപ്പോൾ 50 രൂപ മുകളിൽ എത്തിയിട്ടുണ്ട്. ഈ തക്കാളിയുടെ കാര്യം ചില സമയത്ത് വില തീരെ കുറഞ്ഞു അല്ലേ? എത്ര 10 രൂപ? 10 രൂപ 15-20 രൂപേൻ്റെ ഉള്ളിലേ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ ഏറ്റവും വില കൂടുതൽ ഇപ്പോൾ തക്കാളിക്ക് തന്നെയാണ്. ഈ തക്കാളി സവളൊക്കെ ചില സമയത്ത് നല്ല വില പോകും, ചില സമയത്ത് താന്നു പോകും. ആ സമയത്ത് നമ്മൾ കാണാം ഈ തക്കാളി കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ തക്കാളി വെറുതെ കളയുന്ന കാണാം. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ വില കൂടിക്കൂടി വരുന്നത്. മഴയും കൂടി ആണല്ലോ, പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നു. ഇവിടെ വരുന്ന തക്കാളിക്ക് തന്നെ ഈ ചതഞ്ഞ് ചീഞ്ഞൊക്കെ തന്നെ പോകുന്നുണ്ട്. പിന്നെ വേറെ സൂപ്പർ സ്റ്റാറിൻ്റെ ഇവിടെ കാണാനില്ല. മല്ലിച്ചപ്പ ഇവിടെ എടുത്തുകൊണ്ട് നോക്കട്ടെ. ഈ മല്ലിച്ചപ്പിന് വില കൂടുതലാണെന്നാണ് എല്ലാ കച്ചവടക്കാരും പറയുന്നത്. എത്ര മല്ലിച്ചപ്പിന് എത്ര വില? പിന്നെ അത്രയും ചീഞ്ഞ മല്ലിച്ചപ്പാണ് വരാറും. അതും 140 രൂപ മല്ലിച്ചപ്പിന് വില തന്നെ. മാർക്കറ്റ് കിലോയ്ക്കാണോ? 150? കിലോക്ക് 150. ആകെ 30-40 രൂപ വരുന്ന മല്ലിച്ചപ്പിന് ഇപ്പോൾ വരുന്നതും അത്രയും മോശം മല്ലിച്ചപ്പാണ്. മഴ പെയ്യുന്നോണ്ട് കേടാന്നുണ്ടല്ലേ? ചുവട് ചെയ്യുന്നുണ്ട്. സിനോജ്, ചുവട് ചെയ്യുന്നത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുമില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് ഒന്ന് പോവുകയാണ്. സിനോജാണ് ഇപ്പോൾ കോഴിക്കോട്ടെ അങ്ങാടിയിലെ വില നിലവാരമൊക്കെ പങ്കുവച്ചത്. അവിടെയും തക്കാളിയാണ് സൂപ്പർ സ്റ്റാർ. തക്കാളി ഇങ്ങനെ വില ഉയർന്ന് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അഞ്ജലിയോട് ചോദിക്കാം. അഞ്ജലി ശ്രീജിത്താരാജ്, കൊച്ചിയിൽ എങ്ങനെയുണ്ട്? എന്തെങ്കിലും ആശ്വാസം ഉണ്ടാകുമോ? ബീട്രൂട്ടിനും ക്യാരറ്റിനുമെങ്കിലും ഒന്ന് അഞ്ജലി വില കുറയ്ക്കണം. ഗുഡ് ഈവനിങ് സുജയ. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. ഇവിടെയും സ്ഥിതി കോഴിക്കോടും തിരുവനന്തപുരത്തും ഉള്ള പോലെ തന്നെയാണ്. അതായത് പച്ചക്കറികൾക്ക് നല്ല വില കൂടിയിട്ടുണ്ട്. നമ്മുടെ അതായത് അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള, അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തക്കാളിക്കും മുളകിനും തന്നെയാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. അതായത് 10 മുതൽ 40 രൂപ വരെയാണ് ഓരോ പച്ചക്കറിക്കും വില കൂടിയിട്ടുള്ളത്. അപ്പം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് നേരിട്ട് വില എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് ഇവിടെയുള്ള ഒരു ചേട്ടനോട് ചോദിക്കാം. എന്താണ് പേരെന്താ? എൻ്റെ പേര് കെ അഷ്റഫ്. അപ്പോൾ എങ്ങനെയുണ്ട് പച്ചക്കറിയുടെ വിലയൊക്കെ എങ്ങനെയാണ്? പച്ചക്കറിയുടെ ചില ഇനങ്ങൾക്ക് വില കൂടുതലാണ്, ചില ഇനങ്ങൾക്ക് തക്കാളിക്കും 80 രൂപയായി, ചിലത്തിന് 80 രൂപയായി. പച്ചമുളകിന് 100, 120. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വില വർദ്ധിക്കുന്നത്? നമ്മളുടെ കേരളത്തിലെല്ലാം പുറമേ നിന്ന് വരണം. നമ്മളുടെ ഇവിടെ ഉൽപ്പാദനങ്ങളൊന്നുമില്ല. ഈ എറണാകുളം മാർക്കറ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്തു നിന്നാണ് കൊണ്ടുപോകുന്നത്? തമിഴ്നാടാണ് പ്രധാനമായിട്ടും. തമിഴ്നാടാണ് പച്ചക്കറികളെല്ലാം ഉള്ളത് തമിഴ്നാട്ടിലാണ്. പിന്നെ ചെറുനാരങ്ങ അതുപോലുള്ള സാധനങ്ങൾ ആന്ധ്രയിൽ നിന്നും, പിന്നെ സവോളയൊക്കെ മഹാരാഷ്ട്ര, പൂന. പിന്നെ തക്കാളിയുടെ സീസൺ ഇങ്ങനെ വില കൂടുന്ന സമയത്ത് നാസിക്കിൽ നിന്നൊക്കെ തക്കാളി ഇറക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നാസിക്കിലും വില കൂടുതലാണ്. വില കുറവുള്ള ഏതെങ്കിലും പച്ചക്കറി ഉണ്ടോ? വില കുറവുള്ള പച്ചക്കറികൾ ഇപ്പോൾ ബീറ്റ്റൂട്ട്, കാബേജ്. ബീറ്റ്റൂട്ടിനൊക്കെ എത്രയാണ്? ബീറ്റ്റൂട്ടിന് 50 രൂപയാണ്, കാബേജിന് 40 രൂപയാണ്, പിന്നെ വെണ്ടക്ക 40 രൂപയാണ്. പിന്നെ അങ്ങനെ ഇപ്പോൾ പിന്നെ ആളുകളൊക്കെ വാങ്ങിക്കാൻ വരുമ്പോൾ എന്താ പറയുന്നത്? ഇങ്ങനെ വില പറയുമ്പോൾ അതിപ്പോൾ വില കൂടുതലുള്ള സാധനങ്ങൾ വളരെ കുറച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ 1 കിലോ വാങ്ങിക്കുന്ന ഉപയോഗത്തിൽ കുറവ് വരുത്തിക്കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ വില കൂടിയ സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക. അങ്ങനെ ഇപ്പോൾ
ഓക്കെ, അഞ്ജലി ശ്രീജിത രാജാണ് നമുക്കിപ്പം കൊച്ചിയിൽ നിന്ന് ചേർന്നത്. കോഴിക്കോട്ട് നിന്ന് സിനോജും തിരുവനന്തപുരത്ത് നിന്ന് സുനിഷയും പറഞ്ഞത് കേൾക്കുമ്പോൾ മൊത്തത്തിൽ വില കൂടി നിൽക്കുന്നത് ഇപ്പോൾ തക്കാളിക്കാണ്. അപ്പോൾ നമ്മുടെ ചില പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, പ്രകാശൻ വേലുക്കുട്ടി, അതെന്താ സുജയ തക്കാളി എന്ന് പറഞ്ഞപ്പോൾ, അതായത് ഞങ്ങളുടെ ഒരു വീഡിയോ ജേർണലിസ്റ്റിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു എന്നെ തക്കാളി അല്ലെങ്കിൽ തക്കു എന്ന് വിളിച്ചാൽ മതി. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ ഇയാളുടെ യഥാർത്ഥ പേര് അതല്ല എന്ന് ബോധ്യമായി. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു പോയി. അതായത് ആദ്യമായി ഒരു പച്ചക്കറിയുടെ പേരിൽ ഒരു സുഹൃത്തിനെ കിട്ടിയത് അദ്ദേഹത്തിലൂടെയാണ്. ഇപ്പോഴും നമുക്കൊപ്പം ഉള്ള ഒരാളാണ്. അപ്പോൾ യഥാർത്ഥ പേരെന്താണെന്ന് പ്രേക്ഷകർ കണ്ടുപിടിച്ചോളൂ, അല്ലെങ്കിൽ അറിയാവുന്ന